പച്ചമാങ്ങ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ഇന്നത്തത്. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് തന്നെ മാങ്ങേൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ചോറിൻ്റെ കൂടിയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ എന്തിൻ്റെ ഒപ്പവും നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ കപ്പേൻ്റെ കൂടി ആയി കഴിഞ്ഞാലും അതുപോലെ ദോശ, ഇഡ്ഡലി, അപ്പം എന്തിൻ്റെ കൂടിയും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമ്മൾ വെറും ഒരു പച്ചമാങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുക്കേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സിയിൽ ഒന്ന് ചതക്കിയെടുക്കാനുണ്ട്. അതിൽ നമ്മൾ ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ്. അപ്പോൾ മല്ലിപ്പൊടി എടുക്കരുത്, മല്ലി തന്നെ എടുക്കണം, എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും ഒരുപാട് കൂടിപ്പോകരുത്, കയ്പ്പ് മുന്നിട്ട് നിൽക്കും. പിന്നെ നമ്മളൊരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് നിങ്ങളെടുത്ത് മറ്റേ ഒരു കാശ്മീരി മുളക് ആണ് ഞാൻ എടുക്കുന്നത്. അതില്ലെങ്കിൽ എരിവുള്ള മുളകായാലും മതി. ഇനിയിപ്പോൾ കുറച്ച് എരിവായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും തുല്യ അളവ് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതൊക്കെ ഡബിൾ സൈസിൽ എടുക്കണം. ഇനി 2 വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു കളറൊന്ന് മാറി ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നവരെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നുപരിപ്പിൻ്റെയും കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കായ്മുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ ഒരു 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി വലിയ സൈസൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുള്ളി നല്ലോണം ഒന്ന് വാടി കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പച്ചച്ചോവ ഉണ്ടാകും. അത് ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ മല്ലിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം എന്തായാലും മാറി കിട്ടണം. അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി അതൊന്നാകുന്ന സമയത്ത് നമുക്കിതാ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചതക്കിയ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3-4 ചെറിയ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അരിഞ്ഞു പോകരുത്, അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റെസിപ്പീൻ്റെ ടേസ്റ്റേ നഷ്ടമായി പോകും. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് കുറവേനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ എണ്ണേൻ്റെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന മാങ്ങ ചേർത്തിട്ടുണ്ട്. മാങ്ങ ഒരുപാട് അങ്ങ് അരിഞ്ഞ് പോകരുത്, ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ മാങ്ങയും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് വീണ്ടും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പൊടി ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, ആ ചെറിയ ഫ്ലെയിം കിടന്നിട്ട് തന്നെയാണ് നന്നായിട്ട് ഇത് വഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിന് കളർ ഇത്തിരി കുറവായിരുന്നു, ഞാൻ അധികം അങ്ങനെ മുളക് ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എരിവൊക്കെ വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ആ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് കുത്തിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല പുളി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ എരിവ് നല്ലോണം കുറവുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത വറ്റൽമുളക് ഒന്നല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് വീണ്ടും നല്ലോണം ഇതൊന്ന് കളറ് ഒന്ന് ചേഞ്ച് ആവുന്നവരെയും അതുപോലെ ആ ഒരു മുളക് പൊടിൻ്റെ പച്ചമണം മാറി വരുന്നവരെയും നമുക്കൊന്ന് വഴറ്റാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഇതിന് നല്ല അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു മാങ്ങ വെച്ച് മാത്രമേ ഞാൻ ഇത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏകദേശം ഒരു 1-2 നേരത്തേക്ക് മാത്രമേ ഇത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാങ്ങ ഒരു 3-4 വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തണുത്തതിന് ശേഷം ചില്ലി കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായി മൊരിച്ചെടുത്തുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസമൊക്കെ പുറത്ത് മോശമായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മളിതിൽ ആ ഒരു മാങ്ങേൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും വെളുത്തുള്ളിയും എല്ലാം കൂടിയും ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്